കെ തോമസ് അങ്ങേക്ക് 6 മിനിറ്റ് സംസാരിക്കാം. സാർ, ഇന്ന് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. കാരണം വിഷയദാരിദ്ര്യമാണ് മെയിൻ വിഷയം. ഇവർക്ക് ഒരു കുറ്റവും പറയാനില്ലാത്തത് കൊണ്ട് എങ്ങനെ ഗവൺമെൻറ്റിനെ എഴുതിക്കെട്ടണമെന്ന് മാത്രം ചിന്തിക്കുന്നു. കാരണം ഇവരുടെ എല്ലാം പ്രസംഗത്തിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. സാർ, നജീബ് കാന്തപുരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം പറയുന്നത് ഈ കേരളത്തിലൊരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ല. ഈ ഭാഷയൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ ഒക്കുമെന്നും എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും അപ്പോൾ അദ്ദേഹം ആ രീതിയിലാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്, ഒരു കാര്യവും നടക്കുന്നില്ലെന്നാണ്. സാർ, നമുക്കറിയാം ഹോസ്പിറ്റലുകളുടെ നിലവാരം ഇന്ന്. സാർ, ഇന്ന് ഞാൻ ഓരോ കാര്യത്തിനും കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരവിടെ ചെല്ലുന്നിടം വരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനം ഓടുന്നത് കോട്ടയത്തോട്ടും ആലപ്പുഴയിലോട്ടും എറണാകുളത്തോട്ടും ഒക്കെയാണ്. കാരണം അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അവർ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. സാറ്, ഇവർ പറയുന്നത് ഇവരുടെ കാലത്ത് ഇപ്പം വളരെ ജനീഷ് കുമാർ വളരെ വ്യക്തമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യം വളരെ വ്യക്തമായിട്ട് ഈ സഭയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് എതിർക്കാനും നോക്കത്തില്ല, കാരണം രേഖയുള്ളതാണ്. കള്ളം പറയാൻ നോക്കത്തൊന്നുമില്ല. രേഖയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് തന്നെ പറഞ്ഞത്. നെല്ലിക്കുന്നിൻ്റെ കാര്യവും പറഞ്ഞു. അത് രേഖയിലുള്ള കാര്യമാണ്, ഇവർക്കാർക്ക് എതിർക്കാനൊക്കത്തില്ല. അവരുടെ കാലത്ത് ഇതെല്ലാം വളരെ നല്ല രീതിയിൽ പോയിരുന്നു എന്ന് പറയാനായിട്ടൊക്കത്തില്ല. അന്നും ഈ പ്രശ്നമുണ്ടായിരുന്നു. ഏത് സമയത്ത് വിഷയങ്ങളുണ്ടാകാം. ഇതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ വിഷയം എന്നാണ്, ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതിന് എന്തെല്ലാം കൈത്താങ്ങൽ കൊടുക്കാൻ സാധിക്കും എന്നാണ് പറയേണ്ടത്. ഇവർ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് തന്നെ ഏതൊക്കെ രീതിയിൽ ഈ ഗവൺമെൻറ്റിനെ എഴുത്തിക്കെട്ടാം, വീണ ജോർജിനെ ഏതൊക്കെ രീതിയിൽ താഴ്ത്തിക്കെട്ടാമെന്നുള്ളൊരു ചിന്തയിലാണ്. നമുക്കറിയാം ആരോഗ്യ മേഖല ഗുണനിലവാരത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. അതിന് ഇവർ ഉപയോഗിച്ച പദം അത് തള്ളുകയാണെന്നുള്ള. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തള്ളുകളൊന്നുമല്ല, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ആ രീതിയിലുള്ള 1-ാം സ്ഥാനത്തേക്ക് നാം കടന്നു വരുന്നത്. ആരോഗ്യ മേഖലയിൽ അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളെ പോലും പിന്തള്ളിയുള്ള നേട്ടമാണ് നാം കൈവരിച്ചിട്ടുള്ളത്. ശിശു മരണ നിരക്ക് എന്താ ഷൂന്ന് വെക്കുന്നത് നിങ്ങൾക്ക് തന്നെ കൊള്ളുന്നോ? നിങ്ങൾക്ക് കൊള്ളും. കാരണം എന്നാന്ന് വെച്ചാൽ സത്യം പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം വേദന ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെ രീതിയിൽ ഇത് തകർന്നടിഞ്ഞ് കിടക്കുന്നത് എന്താണ് ഈ പ്രമേയം എടുക്കാനുള്ള മെയിൻ കാരണം എന്നാണ് നിങ്ങളുടെ ഈ തള്ളു തന്നെയാണ്. കാരണം ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യം അത് ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കാരണമെന്നാ, ജനം അറിയണം ഏത് രീതിയിലാണ് ആരോഗ്യ മേഖല കേരളത്തിൽ പ്രവർത്തിക്കുന്നെന്നുള്ളത്. കേരളത്തിലെ ജനങ്ങൾ അറിയണമെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കൈയടിച്ചത്. അവിടെ നിങ്ങൾക്ക് വേദനയാണ്. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങളുടെ വിജയമാണ്. നിങ്ങളുടെ ഒരു വിജയവുമല്ല സാർ. കാരണം ഇത് ഞങ്ങളുടെ വിജയമാണ്. ജനങ്ങളെ അറിയിക്കുവാൻ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഞങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ കൈയടിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോഴും പറയുമ്പോൾ ഷോ എന്ന് പറയുന്ന കളിയാക്കുന്ന രീതിയിലേക്ക് പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം സകല ജനങ്ങളും ഒരു കാലത്ത് ഇവിടെ കോവിഡ് വന്ന കാലത്ത് ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിന് കാത്തിരിക്കും. ഞാൻ ഉൾപ്പെടെ കാത്തിരിക്കുമായിരുന്നു ആ സമയങ്ങൾ. കാരണം നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ പറയുമ്പോൾ നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലും എങ്ങനെയാണ് കുഴിച്ചിട്ടത്. ഇറ്റലിയിലും ജർമ്മനിയിലും പല കാര്യങ്ങൾ ഇതൊക്കെ വാർത്തയിൽ വന്നുകൊണ്ടിരുന്ന കാര്യമല്ലേ. കേരളത്തിൽ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിച്ചത്, കേരളം എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോകുന്നത്. നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നില്ല. ഭരണപക്ഷം ചെയ്യുന്ന തെറ്റാണ്. കാരണം നിങ്ങളുടെ വിഷമം കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നതിൻ്റെ വിഷമം കൊണ്ടായിരിക്കാം. ഇനി ഒത്തിരി വർഷം നിങ്ങൾ മാറി നിൽക്കണമെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ല സംവിധാനത്തിലേക്ക് വരാൻ ഒക്കത്തില്ല. കാരണം നിങ്ങൾക്ക് പ്രവൃത്തിയില്ല സാർ, നിങ്ങൾക്ക് സംസാരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ തെളിവാണല്ലോ ജനീഷ് കുമാർ പറഞ്ഞത്. ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് നിങ്ങളെ ഇങ്ങനെ ഒരു സബ്മിഷനിലേക്ക് വരത്തില്ലായിരുന്നല്ലോ. ഇന്ന് നിങ്ങൾ ഞങ്ങളെ കളിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാരണവശാലും നിങ്ങൾ ഞങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് കാര്യമല്ല. വളരെ നല്ല രീതിയിലാണ് ആരോഗ്യ മേഖല പോകുന്നത്. കാരണം നമുക്കറിയാം മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുള്ള ആൾക്കാരെ ഏത് രീതിയിലാണ് അവരെ സഹായിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉചിതമായ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാരുൾപ്പെടെ അതിന് ഒരു സൊല്യൂഷൻ കാണും. അല്ല നിങ്ങൾ പറയുന്നത് പോലെ ഇട്ടേച്ച് പോകുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഈ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനം സാർ, എൻ്റെ പ്രദേശത്തെ കുട്ടനാട്ടിൽ
142 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ബ്ലോക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്. താലൂക്ക് ഹോസ്പിറ്റൽ 142 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. സാർ, ഇന്ന് ഹോസ്പിറ്റലുകൾ ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കാലത്ത് ഹോസ്പിറ്റലിൽ ആരും ചെല്ലാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ മരണസംഖ്യയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഒരു മനുഷ്യനും അങ്ങോട്ടെങ്കിലും ചെല്ലുന്നില്ല. കാരണം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല. അതാണ് നിങ്ങളുടെ വിഷയം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഈ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മനസ്സിലാക്കി ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ളത് മാത്രമാണ് പറയാനായിട്ടുള്ളത്. അല്ലാതെ കളിയാക്കുന്ന രീതികളും സംവിധാനങ്ങളും നിങ്ങളൊന്ന് മാറ്റിവെക്കണം. വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളും മറ്റും കാണണമെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആക്ഷേപം ഉന്നയിച്ചൊന്ന് സന്തരിച്ച് മനസ്സിലാക്കണം. 2011 പോലെ അല്ല സാർ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നവരായിട്ട് മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്.